So this morning, as I told you last week, we will just get back to the study of the book of Hebrews. കാലം നാം എബ്രായ ലേഖനത്തിന്റെ പഠനത്തിലേക്ക് മടങ്ങി വരികയാണ്. Okay, so it is good to study the word of God. ദൈവവചനം പഠിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. Because the word of God is very powerful. കാരണം ദൈവത്തിന്റെ വചനം വളരെ ശക്തിയുള്ളതാണ്. And the study of the book of Hebrews is very good to do it because it teaches us the book, the Old Testament and the New Testament. എന്നാൽ എബ്രായ ലേഖനത്തിന്റെ പഠനം വളരെ സന്തോഷമായ കാര്യമാണ്. കാരണം പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും കുറിച്ച് അത് സംസാരിക്കുന്നു. It brings a New Testament perspective from the Old Testament. അത് പുതിയ നിയമത്തിന്റെ കാഴ്ചപ്പാട് പഴയ നിയമത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിവരിക്കുന്നു. So when you study the book of Hebrews, you will be tempted to study the Old Testament as well. നമ്മൾ എബ്രായ ലേഖനം പഠിക്കുമ്പോൾ പഴയ നിയമം പഠിക്കുവാനുള്ള ഒരു താല്പര്യം നമ്മളിൽ ഒളിവായി വരുന്നു. Chapter number 2 is what we're going to meditate today. രണ്ടാം അധ്യായത്തിൽ നിന്നാണ് നാം ഇന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത്. In chapter number 2, the starting part, we studied Jesus is greater than the angels. അതിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ട് ഇടയായി തീർന്നു. യേശു ദൂതന്മാരെക്കാൾ വലിയവനാണ്. I gave a lot of description from the Holy Scripture how Jesus is greater than the angels. എങ്ങനെയാണ് ദൂതന്മാരെക്കാൾ യേശു വലിയവനാകുന്നത് എന്നതിനെക്കുറിച്ച് വചനത്തിൽ നിന്നും ഞാൻ വളരെയധികം സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. But between that verse and chapter number 3, we see a small little passage describing the humanity of Jesus Christ. എന്നാൽ മൂന്നാം അധ്യായത്തിന്റെയും രണ്ടാം അധ്യായത്തിന്റെയും ഇടയ്ക്കായിട്ട് നമുക്കൊരു ചെറിയ സംഗതി കാണാനായിട്ട് ഇടയായി തീരും. അത് ദൈവത്തിന്റെ യേശുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചാണ്. We were all created by God. ദൈവത്താൽ നാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. How many of you know that we are all created by God? എത്ര പേർക്ക് അതറിയാം? In the Garden of Eden, the first man called Adam and Eve were created. ഏദൻ തോട്ടത്തിൽ ആദ്യത്തെ മനുഷ്യനായ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടു. They were created without sin. പാപമില്ലാതെയാണ് അവരെ സൃഷ്ടിക്കപ്പെട്ടത്. They did not know sin. അവർക്ക് പാപം എന്തെന്ന് അറിയില്ലായിരുന്നു. Chapter number 2 says like this. രണ്ടാം അധ്യായം ഇങ്ങനെ പറയുന്നു. In God's creation, ദൈവത്തിന്റെ സൃഷ്ടിയിൽ man and woman were created. ആണും പെണ്ണും സൃഷ്ടിക്കപ്പെട്ടു. And God named them Adam and Eve. ദൈവം അവരെ ആദാം ഹവ്വ എന്ന് പേർ നൽകി. But when you read chapter number 1, എന്നാൽ ഒന്നാം അധ്യായം നാം വായിക്കുമ്പോൾ verse number 28, 28ാം വാക്യത്തിൽ it talks about God created man to have authority over everything. എല്ലാത്തിന്റെ മേലിലും ഒരു അധികാരം ലഭിക്കുന്നതിനായിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. He wanted us to have authority over everything. എല്ലാത്തിന്റെ മേലും അധികാരം ഉണ്ടാകുവാൻ ദൈവം ആഗ്രഹിച്ചു. He did not want anything to dominate us. ദൈവം നമ്മുടെ മേൽ ആർക്കും അധികാരം ഉണ്ടാവാൻ ആഗ്രഹിച്ചില്ല. Because we are created in the image of God. കാരണം നാം ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. And the last part we read like this: when God created everything before the seventh day, he found everything was very good. സകലത്തെയും സൃഷ്ടിച്ചതിന് ശേഷം ഏഴാം ദിവസം ദൈവം സകലതും നല്ലത് എന്ന് കണ്ടു. He found it as very good. അവൻ സകലതും നല്ലത് എന്ന് കണ്ടു. You know, after the first creation, ആദ്യത്തെ സൃഷ്ടിക്ക് ശേഷം God says it was good. ദൈവം പറഞ്ഞു അത് നല്ലത്. After the second day creation, രണ്ടാമത്തെ ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം he said it was good. ദൈവം പറഞ്ഞു അത് നല്ലത്. He says good till the fifth day. അഞ്ചാമത്തെ ദിവസം വരെയും ദൈവം ഓരോ ദിവസവും നല്ലത് നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. After the sixth day creation, ആറാമത്തെ ദിവസത്തെ സൃഷ്ടിക്ക് ശേഷം after he created man and woman, മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷം the Lord says ദൈവം പറഞ്ഞു it was very good. അത് വളരെ നല്ലത് എന്ന്. And that very good he said because he had given us authority over everything. വളരെ നല്ലതെന്ന് പറയുവാൻ കാരണം ദൈവം നമുക്ക് സകലത്തിന്മേലും അധികാരം തന്നതുകൊണ്ടാണ്. And chapter number 2 of the book of Hebrews starts off with that. എബ്രായ ലേഖനത്തിന്റെ രണ്ടാം അധ്യായം അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. We read a small passage that the Hebrew writer takes us into the book of Psalms. സങ്കീർത്തനത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു ചെറിയ ഒരു ഭാഗത്തിലൂടെ Psalm number 8, എട്ടാം സങ്കീർത്തനം. he brings us a small glimpse of how man was created. എങ്ങനെയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിനെ കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകുന്നു. The psalmist says when we look at the stars you created, സങ്കീർത്തനക്കാരൻ പറയുന്നു നാം ദൈവം സൃഷ്ടിച്ച നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ, when you look at the planets you created, ദൈവം സൃഷ്ടിച്ച സകലത്തെ നോക്കുമ്പോൾ, what are we, Lord?
നാം എന്താകുന്നു? We are just dust particles. നാം വെറും പൊടിയാകുന്നു. You created us just lower than the angels. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. Angels were superior than us. നമ്മളെക്കാൾ മേന്മയുള്ളവരാണ് ദൂതന്മാർ. We human beings were created a little lesser than the angels. നാം ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Are you understanding? We were just created little lesser than the angels. ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായിട്ട് നമ്മെ But he സൃഷ്ടിച്ചിരിക്കുന്നു. created us to have authority over everything. എന്നാൽ സകലത്തിന്മേലും അധികാരമുള്ളവരായിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. Today, do we have authority over everything? ഇന്ന് നമുക്ക് സകലത്തിന്മേലും അധികാരമുണ്ടോ? When you see a snake, you are afraid. ഒരു പാമ്പിനെ കാണുമ്പോൾ നമുക്ക് പേടിയില്ലേ? When you see an elephant, you run away. ഒരു ആനയെ കാണുമ്പോൾ നമ്മൾ ഓടാറില്ലേ? When you see something that, wise elephant, a small little spider, we just run around. എന്തിന് ആനയെ കുറിച്ച് പറയുന്നു? ഒരു ചെറിയ എട്ടുകാലെ കാണുമ്പോൾ നാം പലപ്പോഴും ഓടാറില്ലേ? We are created to dominate them. എല്ലാത്തിന്മേലും വാഴുവാനാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. But how did that be lost? എങ്ങനെയാണ് നമുക്കത് നഷ്ടമായി പോയത്? Chapter number 3 gives us the reason how we lost it. മൂന്നാം അധ്യായത്തിൽ അതിന്റെ കാരണം പറയുന്നു എങ്ങനെ അത് Of the നഷ്ടമായി. book of Genesis, the Satan came into the garden. അത് പറയുന്നു ഏദൻ തോട്ടത്തിൽ പിശാച് കടന്നു വന്ന് Satan in the form of the snake deceived Adam and Eve. പാമ്പിന്റെ രൂപത്തിൽ വന്ന പിശാച് ആദാമിനെയും ഹവ്വയെയും ചതിക്കുവാനായിട്ട് ഇടയായി തീർന്നു. And because of the sin they did, അവർ പാപം ചെയ്തുകൊണ്ട് they lost the glory of God. ദൈവം നമുക്ക് തന്ന മഹത്വം നഷ്ടപ്പെട്ടു. Everybody say they lost the glory of God. എല്ലാവർക്കും പറയാം ദൈവം നമുക്ക് തന്ന മഹത്വം നഷ്ടപ്പെട്ടു പോയി. And they lost the honor that God had put upon them. അങ്ങനെ ദൈവം അവർക്ക് കൊടുത്ത അധികാരവും അവർക്ക് നഷ്ടപ്പെട്ടു പോയി. Two things were lost. രണ്ട് കാര്യം നഷ്ടപ്പെട്ടു പോയി. They lost the glory of God. ഒന്ന് ദൈവം കൊടുത്ത മഹത്വം നഷ്ടപ്പെട്ടു പോയി. They lost the honor of God. ദൈവം കൊടുത്ത അധികാരവും നഷ്ടപ്പെട്ടു പോയി. And the third thing came into their life. മൂന്നാമത്തെ കാര്യം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. Death came into their life. മരണം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. God did not create man to die. മരിച്ചു പോകാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. God created man to multiply. അത് പലതായിട്ട് വർദ്ധിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. But it was the sin that made death to come into this world. എന്നാൽ പാപമാണ് ഈ ലോകത്തിലേക്ക് മരണത്തെ കൊണ്ടുവന്നത്. And because the death came into this world, മരണം ലോകത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് fear came along with it. ഭയവും അതിന്റെ കൂടെ കടന്നു വന്നു. The first thing Adam and Eve did was they hid because they were afraid of God. ആദ്യത്തെ കാര്യം ആദമും ഹവ്വയും ചെയ്തത് അവർ ഒളിച്ചിരുന്നു എന്നുള്ളതാണ്. കാരണം അവർ ദൈവത്തെ ഭയപ്പെട്ടു. Till then they were not afraid to meet God. അതുവരെ ദൈവത്തെ സമീപിക്കുവാൻ അവർക്ക് ഭയമില്ലായിരുന്നു. Whenever God came down, എപ്പോഴൊക്കെ ദൈവം കടന്നു വന്നുവോ they were happy to meet him and walk with him. അവർ സന്തോഷത്തോടെ ദൈവത്തെ സമീപിക്കുകയും ദൈവത്തോട് കൂടെ നടക്കുകയും ചെയ്തു. But after sin got into the garden, എന്നാൽ പാപം കടന്നു വന്നപ്പോൾ fear also came in. ഭയവും കടന്നു വന്നു. Fear was the result of sin. ഭയം പാപത്തിന്റെ പരിണത ഫലമായിട്ട് കടന്നു വന്നതാണ്. And that is still existing in humanity. അത് ഇന്നും മാനവരാശിയിൽ ഉണ്ട്. We are all afraid of many things. നമ്മളെല്ലാവരും പല കാര്യങ്ങളാൽ ഭയപ്പെടുന്നവരാണ്. Are we not afraid of our future? നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് ഭയമില്ലേ? Many of us are afraid of what jobs are going to come after we study. നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് എന്തെല്ലാം ജോലി നമുക്ക് ലഭിക്കുമെന്നതിനെ കുറിച്ച് നമുക്ക് ഭയമുണ്ട് പലപ്പോഴും. Many of them don't drive because they're afraid our cars may meet up with an accident or the truckie can come and ram on us. പലരും ഭയം കാരണമാണ് വാഹനം ഓടിക്കുവാൻ ധൈര്യപ്പെടാത്തത്. There are a lot of things that we are afraid of. പല കാര്യങ്ങളുമുണ്ട് നാം ഭയപ്പെടുന്നതായിട്ട്. And that phobia, that fear is not just on driving or going. Some people are afraid to eat as well. എന്നാൽ വാഹനം ഓടിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല ചിലർക്ക് ഭയം, ഭക്ഷണം കഴിക്കാൻ പോലും ചിലർക്ക് ഭയമാണ്. Some of them don't go out in the day because they're afraid of light. ചിലരെ പുറത്തു പോകാൻ പോലും പേടിക്കുന്നു, കാരണം അവരുടെ ജീവിതത്തെക്കുറിച്ച് അവർക്ക് ഭയമാണ്. There are so many fears persisting in this world. ഈ ലോകത്തിൽ പല വിധത്തിലുള്ള ഭയം വസിക്കുന്നുണ്ട്. But God did not create man like that. എന്നാൽ ദൈവം മനുഷ്യനെ അങ്ങനെയല്ല സൃഷ്ടിച്ചത്. God wanted man to have authority over everything. സകലത്തിന്മേലും വാഴുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. But because of the sin, എന്നാൽ പാപം മുഖാന്തരം all this came in. ഇതെല്ലാം ഭൂമിയിലേക്ക് കടന്നു വന്നു. But God did not give up on us. എന്നാൽ ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞിട്ടില്ല. He did not leave us. അവൻ നമ്മളെ ഉപേക്ഷിച്ചിട്ടില്ല. And that is the reason we have Jesus come into history of humanity. അതുകൊണ്ടാണ് യേശു ഭൂമിയിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. Jesus was born as a child of Mary.
മറിയയുടെ സന്തതിയായിട്ടാണ് യേശു ഭൂമിയിൽ ജനിച്ചത്. And that is the clear picture of the humanity of Jesus. അതാണ് യേശുവിന്റെ മനുഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം. Chapter number 2 of the book of the Hebrews is talking about the humanity side of Jesus. യേശുവിന്റെ മാനുഷിക ഭാവത്തെക്കുറിച്ച് എബ്രായ ലേഖനം 2-ാം അധ്യായം സംസാരിക്കുന്നു. Why he's talking about that? എന്തുകൊണ്ടാണ് ലേഖകൻ അങ്ങനെ സംസാരിക്കുന്നത്? During those days there were a bit educated Greeks. അന്നത്തെ കാലഘട്ടത്തിൽ വളരെ വിദ്യാഭ്യാസമുള്ള ഗ്രീക്കുകാരുണ്ടായിരുന്നു. They were really great scholars. അവർ വളരെ പണ്ഡിതന്മാരായിരുന്നു. And they were always going behind knowledge. അവർ ജ്ഞാനത്തിന് പിന്നാലെ പോകുന്നവരായിരുന്നു. They thought and thought and thought and came to this understanding. അവർ വളരെയധികം ചിന്തിച്ചിട്ട് ഇങ്ങനെയുള്ള ഒരു മനസ്സിലാക്കൽ അവർക്ക് ഉണ്ടായി. Yes, Jesus is God. യേശു ദൈവമാണ്. We have no problem with it. നമുക്ക് അതിലൊരു പ്രശ്നവുമില്ല. Jesus is absolutely God. യേശു പൂർണ്ണമായും ദൈവമാണ്. Don't we believe Jesus is God? നമ്മൾ അത് വിശ്വസിക്കുന്നില്ല യേശു ദൈവമാണ്. They have no problem believing Jesus is God. അവർക്ക് അതിൽ യാതൊരു സംശയമില്ലായിരുന്നു യേശു ദൈവമാണ് എന്നതിനെ കുറിച്ച്. But they said one thing, Jesus is just wearing the cloth of humanity. He did not become completely human. എന്നാൽ അവർ ഒരു കാര്യം കൂടി പറയുന്നു, യേശു വെറുതെ മനുഷ്യന്റെ ഭാവം ധരിക്കുക മാത്രമാണ്, എന്നാൽ യേശു പൂർണ്ണമായ മനുഷ്യനല്ല എന്ന്. He looked like human, but he is not human. അവന് മനുഷ്യനെ പോലെ കാണപ്പെടുവാൻ ഇടയായി തീർന്നു, എന്നാൽ അവൻ മനുഷ്യനല്ലായിരുന്നു. He is having hands and legs like human, but he is not human. അവന് മനുഷ്യരെ പോലെ കൈകാലുകൾ ഉണ്ടായിരുന്നു, എന്നാൽ അവൻ മനുഷ്യനല്ലായിരുന്നു. And that is called the Docetism. അതിനാണ് ഡോസിനിസം എന്ന് പറയുന്നത്. They said God, Jesus is God, but he is not human. അവർ പറഞ്ഞു യേശു ദൈവമാണ്, എന്നാൽ അവൻ മനുഷ്യനല്ല എന്ന്. Some people said Jesus is 50% God and 50% man. ചിലർ പറയും യേശു 50% ദൈവവും 50% മനുഷ്യനുമാണ്. Some people said Jesus is man and he is not God. ചിലർ പറയും യേശു മനുഷ്യനാണ്, അവൻ ദൈവമല്ല എന്ന്. Some people said Jesus is God but he is not man. ചിലർ പറയും യേശു ദൈവമാണ്, എന്നാൽ അവൻ മനുഷ്യനല്ല എന്ന്. And that is the reason John 1 and John 2 is talking about that theory. God, Jesus is not just God, he is also human. അതുകൊണ്ടാണ് യോഹന്നാൻ 1-2 എന്നിവിടങ്ങളിൽ പറയുന്നത് യേശു മനുഷ്യൻ മാത്രമല്ല, അവൻ ദൈവവും മനുഷ്യനുമാണെന്ന്. So we call it as heresy. അതുകൊണ്ട് നാം അതിനെ ഹെറസി എന്ന് പറയുന്നു. It is a wrong teaching. We should not believe what they say. അവർ പറയുന്നത് നാം വിശ്വസിക്കുന്നില്ല. Because Jesus is 100% God and he is 100% human. കാരണം യേശു 100% ദൈവവും 100% മനുഷ്യനുമാണ്. We cannot figure out a 200% individual. നമുക്ക് അതിനെ 200% എന്ന് പറയാൻ കഴിയില്ല. There is nothing called 200%. 200% എന്നൊരു കാര്യമില്ല. 200 of 100 is an impossible thing. 100-ൽ 200 എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. That is what the Bible says. It is impossible unto man, but it is possible unto God. അതുകൊണ്ടാണ് വചനം എങ്ങനെ പറയുന്നത്, മനുഷ്യർക്ക് അത് അസാധ്യമാണ്, പക്ഷേ ദൈവത്തിന് സകലവും സാധ്യമാണ്. So when he came onto this earth, അങ്ങനെ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ he was called the second Adam. അവന് രണ്ടാമത്തെ ആദം എന്ന് വിളിക്കപ്പെട്ടു. Everybody say second Adam. എല്ലാവർക്കും പറയാം രണ്ടാമത്തെ ആദം. The first Adam brought sin. ആദ്യത്തെ ആദം പാപം കൊണ്ടുവന്നു. The first Adam took away the glory and honor that was given to him. ആദ്യത്തെ ആദം ദൈവം മനുഷ്യന് കൊടുത്ത മഹത്വവും അധികാരവും നഷ്ടപ്പെടുത്തി But the കളഞ്ഞപ്പോൾ second Adam called Jesus brought back the glory and honor. എന്നാൽ രണ്ടാമത്തെ അല്ലെങ്കിൽ ഒടുക്കത്തെ ആദമായ യേശു ആ നഷ്ടപ്പെട്ടു പോയ മഹത്വം മടക്കി കൊണ്ടുവന്നു. That is what we read in Hebrews chapter number 2. അതാണ് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. You must be reading that verses, okay? If you have your Bibles, open it up and just not hearing what I am talking. Please understand, I am talking what the word of God is talking there. ഞാൻ ദൈവത്തിന്റെ വചനമാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാൻ വചനം തുറന്ന് നിങ്ങൾ വായിക്കണം. Man had lost the authority. മനുഷ്യന് ദൈവം നൽകിയ അധികാരം നഷ്ടപ്പെട്ടു പോയി. But Jesus brought back that authority. യേശു ആ അധികാരം മടക്കി കൊണ്ടുവരുന്നു. Man had lost the glory. മനുഷ്യന് ആ മഹത്വം നഷ്ടപ്പെട്ടു പോയി. But Jesus brought back the glory. യേശു ആ മഹത്വം മടക്കി കൊണ്ടുവരുന്നു. Man had lost that honor. ദൈവം കൊടുത്ത ആ ബഹുമാനം മനുഷ്യൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു. But Jesus brought back that honor. ആ ബഹുമാനം ദൈവം മനുഷ്യന് How did he do that? എങ്ങനെയാണ് നാം അത് The ചെയ്യുന്നത്? word of God says it was through the death of Jesus he brought it back. അത് യേശുവിന്റെ മരണത്തിലൂടെയാണ് ഇതെല്ലാം മടക്കി കൊണ്ടുവരാൻ ഇടയായി തീർന്നത്. So through the death of Jesus, യേശുവിന്റെ മരണത്തിലൂടെ it was not just the remission of our sin. നമ്മുടെ പാപത്തിന്റെ പരിഹാരം മാത്രമല്ല, He was doing something different as well. അതിലും വലിയ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നു. Why was Jesus born? In order to bring all these things. ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി യേശു എന്തിനാണ് ജനിച്ചത്? Why could not God, Jesus come and do something like a magician and do certain things? എന്തുകൊണ്ട് യേശുവിന് ചില മായാജാലങ്ങൾ കാണിച്ച് ഇതൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു? You know, sometimes I in my own
little brain think Jesus need not go on to the cross, Jesus need not die. He could have done all these things because he was God himself. നമ്മുടെ ചെറിയ ബുദ്ധിയിൽ നാം പലപ്പോഴും ചിന്തിക്കാം യേശു എന്തിനു വേണ്ടി ഇങ്ങനെ മരിക്കാനൊക്കെ ഇടയായി തീർന്നു, ചില മായാജാലങ്ങൾ കാണിച്ചതൊക്കെയും ചെയ്യുവാൻ കഴിയുമായിരുന്നില്ലേ And എന്ന്. that is the reason chapter number 2 of Hebrews is very important. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതായി കാണുന്നത്. I want you to open it up, please. നമുക്ക് ദൈവത്തിന്റെ വചനം തുറക്കാം. And turn to Hebrews chapter number 2. എബ്രായ ലേഖനം 2-ാം അധ്യായം. And I'll read certain passages. I want you to go along with me. ഞാൻ വായിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ അതിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I was telling you the story up to verse number 8 and 9 of chapter number 2. 8-9 വാക്യങ്ങൾ. Verse number 9. But we do see Jesus, who was made lower than the angels for a little while. 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും. Jesus was made little lesser than the angels for a little while. യേശു കുറച്ച് സമയത്തേക്ക് മാത്രം ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി സൃഷ്ടിക്കപ്പെട്ടു. Why? Because we were little lower than the angels. എന്തുകൊണ്ടാണ് നാം ദൂതന്മാരെക്കാൾ അല്പം മാത്രം He താഴെയായി? wanted to be exact like you and me. നമ്മളെ പോലെ അതുപോലെ തന്നെ ആയി തീരുവാൻ വേണ്ടിയാണ് യേശു അങ്ങനെ ഒരു ഭാവം Only സ്വീകരിച്ചത്. then he can save us. അങ്ങനെയാണെങ്കിൽ മാത്രമേ യേശുവിനെ നമ്മളെ രക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. He became lesser than the angels for a little while. അവൻ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴെയായി തീർന്നു നമുക്ക് വേണ്ടി. But now he is crowned with glory എന്നാൽ ഇപ്പോൾ അവൻ മഹത്വം അണിഞ്ഞവനായിരിക്കുന്നു, and honor ബഹുമാനവും അണിഞ്ഞവനായിരിക്കുന്നു. because he suffered death. കാരണം അവൻ മരണം ആസ്വദിച്ചത് കൊണ്ട്. How did he get back the glory and honor? എങ്ങനെയാണ് ബഹുമാനവും മഹത്വവും അവൻ തിരിച്ചു കൊണ്ടുവന്നത്? What Adam and Eve lost in the Garden of Eden, ഏദൻ തോട്ടത്തിൽ ആദമും ഹവ്വയും നഷ്ടപ്പെടുത്തി കളഞ്ഞത് Jesus brought it back on the cross of Golgotha. കാൽവറിയിൽ യേശു അത് മടക്കി കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു. So that by the grace of God he might taste death for everyone. അതുകൊണ്ട് നമുക്ക് വേണ്ടി അവൻ മരണം ആസ്വദിക്കാനായിട്ട് ഇടയായി തീർന്നു. Because of his death, അവന്റെ മരണം മുഖാന്തരം he became death for each one of us. അവൻ നമുക്ക് എല്ലാവർക്കും വേണ്ടി മരണമായി തീർന്നു. He died for you, he died for me. അവൻ എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും മരിക്കുവാനിടയായി തീർന്നു. In the olden days, this was the pattern. പഴയ കാലത്ത് ഇങ്ങനെയായിരുന്നു. When I commit a sin, ഞാനൊരു പാപം ചെയ്താൽ I bring a sacrificial animal to the temple. ഞാൻ ഒരു മൃഗത്തെ യാഗം കഴിക്കുവാനായിട്ട് ആലയത്തിലേക്ക് കൊണ്ടുവരും. If a small little lie I say, ഞാനൊരു ചെറിയ കള്ളം പറഞ്ഞാൽ I bring a dove. ഞാനൊരു പ്രാവിനെ കൊണ്ടുവരും. I bring a bird. ഞാനൊരു പക്ഷിയെ കൊണ്ടുവരും. If my mistakes were big, എന്നാൽ എന്റെ പാപം വലുതാണെങ്കിൽ I'll bring a bullock or a cow or a sheep. ഞാനൊരു പശുവിനെയോ ആടുവിനെയോ കൊണ്ടുവരും. When you all are standing here in the temple, നാം എല്ലാവരും ഇവിടെ ദൈവത്തിന്റെ ആലയത്തിൽ നിൽക്കുമ്പോൾ imagine I am coming with a bullock. ഞാൻ ഒരു കാളയുമായി കടന്നു വരുന്നെന്ന് ആലോചിച്ചു You നോക്കൂ. will understand this fellow has done something major. നിങ്ങൾ വിചാരിക്കുമോ ഇവനെന്തോ കാര്യമായ പാപം ചെയ്തിട്ടുണ്ടെന്ന്? You know, and that was a big thing. അതൊരു വലിയ കാര്യമാണ്. Some families used to bring a lot of sheep and bullocks, and everybody will look at these people and say, this family is a criminal family. ചില കുടുംബങ്ങൾ ഒരുപാട് ആടുകളും കാളുകളും ഒക്കെ ആയിട്ട് യാഗം കഴിക്കാൻ വരും. അപ്പോൾ ആളുകൾ വിചാരിക്കുമോ ഇവർ കാര്യമായിട്ട് എന്തോ പാപം ചെയ്തിട്ടുണ്ട്. In some religious places in different parts of the world, ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമുള്ള ചില മതപരമായ ഇടങ്ങളിൽ I have seen people putting golden sword into the offertory bag or whatever. ഞാൻ കണ്ടിട്ടുണ്ട് കാഴ്ച വസ്തുവായിട്ട് സ്വർണവും വെള്ളിയും ഒക്കെ ആളുകൾ ഇടുന്നത്. They would have murdered somebody. അവർ ആരെങ്കിലും കൊന്നിട്ടുണ്ടാകും ഒരു And പക്ഷേ. they will say, God, if at all the police doesn't catch us in 24 hours or 2 days, അവർ പറയും, കർത്താവേ എന്നെ 24 മണിക്കൂറത്തേക്ക് പോലീസ് പിടിക്കാതിരുന്നാൽ I will put a golden knife into the offertory. ഞാൻ സ്വർണം കൊണ്ടുള്ള ഒരു കത്തി യാഗം. You know, it is like bribing God. അത് ദൈവത്തിന് കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ്. Give and then you receive. കൊടുക്കുക, അതുപോലെ ചിലത് Some പ്രാപിക്കുക. people tell that same passage during offering. If you give 100, God will make 1,000. നമ്മുടെ വിശ്വാസ മണ്ഡലത്തിലും ചിലർ അങ്ങനെ If പറയാറുണ്ട്. that was very true, I will bring 100,000 and put it there. അങ്ങനെ ഒരുപാട് പൈസ കൊടുത്താൽ ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുമെന്ന്. Because Pastor Mark, how much I will get if I give 100,000? ഞാനന്ന് $1,00,000 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 200,000. There is no bank will that much they will give. അങ്ങനെ ഇരട്ടിപ്പിച്ച് തരുന്ന ഒരു ബാങ്ക് പോലുമില്ല. So I said, please don't use those words in church.
അതുകൊണ്ട് ഞാൻ പറയാറുണ്ട് അങ്ങനത്തെ വാക്കുകൾ ഒരിക്കലും സഭയിൽ ഉപയോഗിക്കരുത്. We can't bribe God. നമുക്ക് ദൈവത്തിന് കൈക്കൂലി കൊടുക്കാൻ You കഴിയില്ല. don't give something and take so much. ദൈവത്തെ അങ്ങനെ കൊടുത്ത് സ്വാധീനിക്കാൻ കഴിയില്ല. But the Bible says God loves the cheerful giver. എന്നാൽ ദൈവം പറയുന്നു സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു എന്ന്. If you are giving on compulsion, നിങ്ങൾ ഒരു ഒരു ആരുടെയും നിർബന്ധത്തിന് വഴങ്ങി കൊടുത്താൽ, if you are giving because the pastor is telling to give, പാസ്റ്റർ പറയുന്നത് കൊണ്ട് മാത്രം നിങ്ങൾ കൊടുത്താൽ, in one of the churches when I went to US, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ ഒരു സഭയിൽ 15 minutes the pastor appoints an elder to preach about offering. ഒരു അവിടെയുള്ള ഒരു മൂപ്പനോട് 15 മിനിറ്റോളം ഈ സ്വത്രാഴ്ചയെ കുറിച്ച് സംസാരിക്കാൻ After 15 minutes of preaching, 15 മിനിറ്റ് സ്വത്രാഴ്ചയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, one of the word I heard was, please don't put one of the president who is there on that one is $1. അവിടെ ഒരു ഉണ്ടായിരുന്ന ഒരു Have you വ്യക്തി seen US $1 $1? Dharma uncle would have seen. Everyone would have seen. I don't know. I can't remember that fellow. Please don't put that president. Put another president. The other president is $50. അടുത്ത ഇരിക്കുന്ന ആള് $50 ആണ് ഇട്ടത്. Don't put this president. Put the other president. I was like, man, these things should not be talked in church. ഞാൻ വിചാരിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സഭയിൽ ഒരിക്കലും പറയുവാൻ ഇടയായിത്തീരരുത്. Money is not the thing that has to be publicized in church. പണം സഭയിൽ പ്രസ്താവിക്കേണ്ട ഒരു കാര്യമല്ല. But in the olden days, it was a story like this. എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. Your sins, how big they are, it is being taken care of by animals who are lesser in grade for us, but they can't even speak anything. You carry this animal, take that animal, butcher them, and think your sins have been forgiven. അന്നത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. നിങ്ങളുടെ പാപം എത്ര വലുതാണോ അതിനനുസരിച്ചുള്ള ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് ആലയത്തിൽ കൊണ്ടുവന്ന് യാഗം കഴിക്കുമായിരുന്നു. I thank God SPCA was not there those days. അന്നത്തെ കാലത്ത് SPCA എന്നുള്ള സംഘടന ഇല്ല If SPCA was there ever, they would have pitched their tent near the temple of God waiting who is bringing the animal to be chopped. അങ്ങനെ ഒരു സംഘടന അന്നുണ്ടായിരുന്നെങ്കിൽ അവർ എല്ലാവരെയും കുറ്റക്കാരായി കണ്ടേനെ. So the blood was shed tremendously in the temple. അതുകൊണ്ട് ആലയത്തിൽ വളരെയധികം രക്തച്ചൊരിച്ചിൽ ഉണ്ടായിരുന്നു. You must imagine the animals were also the creation of God. നിങ്ങൾ മനസ്സിലാക്കണം ഈ മൃഗങ്ങളെയും ദൈവം സൃഷ്ടിച്ചതാണ്. Because of somebody's fault, something else is dying. ചിലരുടെ പാപങ്ങൾക്ക് വേണ്ടി മറ്റ് ചില മൃഗങ്ങൾ മരിക്കും, ചാവുന്നു. Because Pastor Binu committed a sin, a small little goat is dying. പാസ്റ്റർ ബിനു ഒരു പാപം ചെയ്യുന്നു എന്നതുകൊണ്ട് ഒരു വേറൊരു മൃഗത്തെ യാഗമാക്കി തീർക്കുകയാണ്. And that need not happen. അതൊരിക്കലും സംഭവിക്കരുത്. God changed the system. അതുകൊണ്ട് ആ സിസ്റ്റത്തെ ആ ഒരു വ്യവസ്ഥയെ And തന്നെ he മാറ്റി. changed it forever. അങ്ങനെ യേശു ആ വ്യവസ്ഥയെ തന്നെ എന്നേക്കുമായി മാറ്റി. Did he dilute the system? ദൈവം ആ വ്യവസ്ഥയെ ലഘൂകരിക്കുകയാണോ ചെയ്തത്? No, he did not, because he knew that was the law of the Old Testament. അല്ല, അവൻ അങ്ങനെ ലഘൂകരിക്കുകയല്ല ചെയ്തത്. കാരണം യേശുവിന് അറിയാമായിരുന്നു അത് പഴയ നിയമത്തിന്റെ. He will not change the law. അവൻ ന്യായപ്രമാണത്തെ മാറ്റിയിട്ടില്ല. He wants to respect the law. അവൻ ന്യായപ്രമാണത്തെ ബഹുമാനിക്കുന്നു. So what should he do? അതുകൊണ്ട് എന്താണ് യേശു ചെയ്തത്? He should bring a elevated creation and die for the humanity. എന്നാൽ മൃഗത്തെക്കാൾ വലിയ ഒരു സംഗതി യാഗമായിട്ട് ദൈവം കൊണ്ടുവന്നു. And now God thinks about who will go and die. ആര് പോയി മനുഷ്യർക്ക് വേണ്ടി മരിക്കും? And Jesus is coming in as a form of a human being to die for us. അങ്ങനെ യേശു മനുഷ്യരൂപമെടുത്ത് മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാനായിട്ട് കടന്നു വന്നു. Why did Jesus come as a human being? എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായിട്ട് കടന്നു വന്നത്? Because he wanted to save the humans. മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം യേശു ആഗ്രഹിച്ചു. Because it was the humans who made the mistake. കാരണം മനുഷ്യരാണ് തെറ്റ് ചെയ്തത്. And that is the reason humans needed salvation. അതുകൊണ്ടാണ് മനുഷ്യർക്ക് രക്ഷ ആവശ്യമായിരുന്നത്. How many of you know humans are the most important creation of the Lord Almighty? How many of you know that? ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടി മനുഷ്യനാണെന്ന് എത്ര പേർക്ക് അറിയാം? You may be not bigger than an elephant, but God consider you more valuable than an elephant. നമ്മളെ ഒരു ആനയേക്കാൾ അല്ലെങ്കിൽ വലിയ മൃഗങ്ങളെക്കാളൊക്കെയും വലുതായിട്ടാണ് ദൈവം കാണുന്നത്. You know, some people told me, Pastor, if some animal dies, it has value for the non-vegetarian people, but when we die, we don't have value for anybody. ഒരു മൃഗത്തെ കൊല്ലുകയാണെങ്കിൽ സസ്യഭുക്കുകൾക്ക് അത് വലിയ കാര്യമാണ്. പക്ഷേ നാം പലപ്പോഴും മനുഷ്യർ മരിക്കുമ്പോൾ ആരും അധികം അതിനെക്കുറിച്ച് വിചാരപ്പെടാറില്ല. But you know, your internal organs are so valuable. If it has been transplanted into some people when you die, you are giving life to many other people. നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ എത്ര പ്രധാനപ്പെട്ടതാണ്? നിങ്ങൾ അത് മറ്റുള്ളവർക്ക് ദാനം കൊടുക്കുകയാണെങ്കിൽ. We don't take the animal things and put it into human beings. I don't know whether the research will go into greater heights where those things can happen, but of now it is man and man's internal organs with
other person's internal organs. മൃഗങ്ങളുടെ ആന്തരിക അവയവങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ദാനം കൊടുക്കാറില്ല, വെച്ചുപിടിപ്പിക്കാറില്ല. മനുഷ്യരുടെ മാത്രമേ അതിന് ഉപയോഗിക്കാറുള്ളൂ. Don't think that after your death you are not valuable. നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളുടെ ശരീരത്തിന് ഒരു വിലയുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. When you are alive you are valuable. Even after your death you are valuable. നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും വിലയുള്ളവരാണ്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും Not വിലയുള്ളവരാണ്. only that, when you are dying, your soul is in the hands of the Lord Almighty. അത് മാത്രമല്ല, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് That പോകുന്നു. much value He has for you. അത്രമാത്രം വലിയ വിലയാണ് He will not ദൈവം. lose your souls. അവൻ നമ്മുടെ ആത്മാവ് നഷ്ടപ്പെടുത്തി And കളയുന്നില്ല. He will wait till the end time to bring you back into life. അവൻ അവസാനത്തോളം നമ്മുടെ ആത്മാവിനെ മടക്കി കൊണ്ടുവരുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. And the book of Hebrews is talking again why Jesus has come as human. എബ്രായ ലേഖനം ഇങ്ങനെ പറയുന്നു, എന്തുകൊണ്ട് യേശു മനുഷ്യനായി കടന്നു വന്നു എന്ന് പറയുന്നു. He, in bringing many sons and daughters to glory, verse number 10. 10ാം വാക്യം ഇങ്ങനെ പറയുന്നു, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ It was fitting that God, for whom and through everything exists, should make the pioneer of their salvation perfect through what he suffered. Both the one who makes people holy and those who are made holy are of the same family. അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തം ആയിരുന്നു. Now I'll ask you one question. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Now, in the earlier days, ആദ്യ കാലങ്ങളിൽ when a goat was killed, ഒരു ആടിനെ കൊല്ലുമ്പോൾ you are making a mistake, നിങ്ങൾ ഒരു പാപം ഒരു തെറ്റ് ചെയ്യുകയാണ്. and somebody from some other family അത് മറ്റ് ഒരു കുടുംബത്തിൽ നിന്നും മറ്റൊരു വ്യക്തി is being killed for your salvation. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൊല്ലപ്പെടുകയാണ്. Do you think that you belong to the goat family? നിങ്ങൾ ചിന്തിക്കുന്നുവോ നിങ്ങൾ ആടിന്റെ വർഗത്തിൽപ്പെട്ടവരാണെന്ന്? How many of you think that you are from the bullock family? നിങ്ങൾ കാളയുടെ കുടുംബത്തിൽപ്പെട്ടതാണെന്ന് എത്ര പേർ? That is the reason I don't believe I belong to the monkey family as well. അതുകൊണ്ടാണ് ഒരു കുരങ്ങിന്റെ വർഗത്തിൽപ്പെട്ടവനാണ് ഞാൻ വിശ്വസിക്കാത്തത്. If I don't belong to the horse family, ഞാൻ കുതിരയുടെ കുടുംബത്തിൽപ്പെട്ടതല്ലെങ്കിൽ, if I don't belong to the other family, ഞാൻ മറ്റൊരു വർഗത്തിൽപ്പെട്ടതല്ലെങ്കിൽ, and if I belong to only human family, ഞാൻ മനുഷ്യവർഗത്തിൽ മാത്രം പെട്ടവനാണെങ്കിൽ, I clearly negate the Darwinism theory. ഞാൻ ഡാർവിന്റെ സിദ്ധാന്തത്തെ ഞാൻ തള്ളിക്കളയുന്നു. If Darwinism was so true, ഡാർവിന്റെ സിദ്ധാന്തം ശരിയായിരുന്നുവെങ്കിൽ God could have picked up a monkey and given on the cross of Calvary. ദൈവം ഒരു കുരങ്ങനെ പിടിച്ച് കുരിശിലേക്ക് വിട്ടേനെ. Because we both belong to the same family. കാരണം നമ്മൾ കുരങ്ങും നമ്മളും ഒരേ വർഗത്തിൽപ്പെട്ടതാണെങ്കിൽ. But we don't belong to the same family. എന്നാൽ അങ്ങനെയല്ല. We belong to God's family. നാം ദൈവത്തിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. And so He wanted somebody from God's family to come and die for us. അതുകൊണ്ട് ദൈവം തന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ വന്ന് നമുക്ക് വേണ്ടി മരിക്കാൻ Why ആഗ്രഹിച്ചു. did Jesus come and die for us? എന്തുകൊണ്ടാണ് യേശു കടന്നു നമുക്ക് വേണ്ടി മരിച്ചത്? Because He was a part of God's family. കാരണം യേശു ദൈവിക കുടുംബത്തിന്റെ അംഗമായിരുന്നു. And He came to die for me. അവൻ കടന്നു വന്ന് എനിക്ക് വേണ്ടി മരിക്കാൻ. Because He knows I am in His family. കാരണം യേശുവിന് അറിയാം ഞാൻ തന്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. Because I was created in the image of God. കാരണം ഞാൻ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. Because Jesus came and died for you and me. യേശു നമുക്ക് വേണ്ടി മരിക്കാൻ ഇടയായി തീർന്നതുകൊണ്ട് From God's family somebody came and died for you and me. ദൈവത്തിന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ വന്ന് നമുക്ക് വേണ്ടി മരിച്ചു. The one who died to make you holy is from the same family as the one who is made holy. നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായി തീർന്നത് നമ്മുടെ അതേ കുടുംബത്തിൽപ്പെട്ട ദൈവിക Did you understand what the word of God is telling there? ദൈവം പറയുന്നത് നമുക്ക് The മനസ്സിലാവുന്നുണ്ടോ? principle was to make us holy. അതിന്റെ തത്വം എന്ന് പറയുന്നത് നമ്മെ The ശുദ്ധീകരിക്കാൻ, one who came to make us holy നമ്മളെ വിശുദ്ധരാക്കുവാൻ വേണ്ടി കടന്നു വന്നയാള് was from our own same family. അത് നമ്മുടെ അതേ കുടുംബത്തിൽപ്പെട്ടയാളായിരുന്നു. And the one who has become holy നമുക്ക് വേണ്ടി വിശുദ്ധനായി തീർന്നവൻ is you and me who belongs to the family of Jesus. അത് നമ്മളാണ്, വിശുദ്ധീകരിക്കപ്പെട്ട നമ്മളാണ്. And that is the reason God Almighty came in the form of Jesus Christ. അതുകൊണ്ടാണ് ദൈവം യേശുവിന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് കടന്നു വന്നത്. No other people on the earth could save us. ലോകത്തിലുള്ള ആർക്കും അത് ചെയ്യാൻ കഴിയില്ല. Because it was a horizontal connection. അത് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ബന്ധമാണ്. You know, if I die for my father, ഞാൻ എന്റെ പിതാവിന് വേണ്ടി മരിച്ചാൽ that is the same family. അത് ഒരേ കുടുംബമാണ്. If I die for my mother, ഞാൻ എന്റെ മാതാവിന് വേണ്ടി മരിച്ചാൽ it is the same family. അത് ഒരേ കുടുംബമാണ്. But that is a horizontal family relationship. അതൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു കുടുംബ ബന്ധമാണ്. But that is not a higher relationship. അതൊരു ഉയർന്ന തരത്തിലുള്ള ബന്ധമല്ല. The higher relationship is ഉയർന്ന ബന്ധം എന്ന് പറയുന്നത് God Almighty അത്യുന്നതനായ ദൈവം coming and becoming man like you and me. നമ്മളെ പോലെ മനുഷ്യരായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. And He takes
death on himself. അതുകൊണ്ട് അവൻ മരണത്തെ തന്നിൽ തന്നെ എടുക്കുവാനിടയായി തീർന്നു. Did anybody kill Jesus? ആരെങ്കിലും യേശുവിനെ കൊന്നതാണോ? Did anybody kill Jesus? യേശുവിനെ ആരെങ്കിലും കൊന്നതാണോ? That could have been a murder. അപ്പോൾ അത് കൊലപാതകമായി തീരും. If somebody killed Jesus, it could have been a murder. ആരെങ്കിലും യേശുവിനെ കൊന്നതാണെങ്കിൽ അതൊരു But the കൊലപാതകമാണ്. Bible says Jesus gave himself to die for you and me. എന്നാൽ വചനം പറയുന്നു യേശു തന്നെത്താൻ സ്വയമായിട്ട് നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. Those days the sheep and the goat were pulled without its permission to be killed. അന്നത്തെ കാലത്ത് ആടുകളെയും മറ്റു മൃഗങ്ങളെയും യാഗം കഴിക്കുവാൻ അതിന്റെ അനുവാദം കൂടാതെയാണ് വലിച്ചു കൊണ്ടുവന്നത്. Even without permission, God was giving salvation for those people. അനുവാദമില്ലാതെ തന്നെ കർത്താവ് അന്നത്തെ കാലത്തുള്ള ജനങ്ങൾക്ക് വേണ്ടി രക്ഷ കൊടുത്തു. But now you see God Almighty with a willing heart is coming and dying on the cross of Calvary. എന്നാൽ ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും യേശു സ്വന്തം മനസ്സാലെ നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട്. How many of you understand what the word of God is teaching? ദൈവവചനം പഠിപ്പിക്കുന്നത് എത്ര പേർക്ക് മനസ്സിലാകുന്നു? Because you are so precious, Jesus died on the cross of Calvary. എല്ലാവരും വളരെയധികം വിലപ്പെട്ടവരായതുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി മരിക്കുവാനായിട്ട്. It is not to make a statue of Jesus and keep in your house. He died. യേശുവിന്റെ ഒരു രൂപം വെച്ച് കുടുംബത്തിൽ വെച്ചുകൊണ്ട് കാര്യമില്ല. He died in order to give us glory back. നമുക്ക് വേണ്ടി നമുക്ക് മഹത്വം തിരികെ നൽകുവാൻ He വേണ്ടിയാണ് died so that you and I get back the honor. നമുക്ക് ആ പഴയ നഷ്ടപ്പെട്ട ബഹുമാനം ലഭിക്കാനാണ് യേശു He മരിച്ചത്. died so that you and I get back that authority. നമുക്ക് ആ അധികാരം തിരികെ ലഭിക്കുവാൻ വേണ്ടിയാണ് And Jesus said, all authority is given unto me in heaven and the earth. യേശു പറഞ്ഞിരിക്കുന്നു സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Go into the whole world and make disciples of all nations, baptizing them in the name of the Father, Son and the Holy Spirit. ലോകത്തിന്റെ അറ്റത്തോളം പോയി സുവിശേഷം വിളിച്ചറിയിക്കുകയും സകലരെയും ശിഷ്യരാക്കി തീർക്കുകയും ചെയ്യണം. Lo, I will be with you till the very end of the age. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. Who is the one who is with us? ആരാണ് നമ്മോട് കൂടെ ഇരിക്കുന്നത്? The one who captured authority from the devil. ആ പിശാചിൽ നിന്നും അധികാരം പിടിച്ചു വാങ്ങിച്ച് നമുക്ക് The one തന്നവനായ who ദൈവം. captured death authority from death. മരണത്തിന്റെ അധികാരത്തെ പിടിച്ചു വാങ്ങിച്ചവൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു. And he is the pioneer of our salvation. അവനാണ് നമ്മുടെ He is രക്ഷാനായകൻ. the first one of our salvation. അവനാണ് നമ്മുടെ രക്ഷാനായകൻ. Hallelujah. I am excited when I study that word of God because I am no more a sinner, but my Jesus took away my sin and made me righteous. എനിക്ക് വളരെ ആവേശമുണ്ട് കാരണം യേശു എന്റെ പാപത്തെ എടുത്തു കളയുവാനിടയായി തീർന്നു, എനിക്ക് രക്ഷ നൽകുവാനിടയായി തീർന്നു. Every sin has a consequence. എല്ലാ പാപത്തിനും ഒരു പരിണത ഫലമുണ്ട്. The Bible says death was a consequence of sin. വചനം പറയുന്നു മരണം പാപത്തിന്റെ ശമ്പളമാണെന്ന്. Why did Jesus die? എന്തുകൊണ്ടാണ് യേശു മരിച്ചത്? He took that penalty that was put upon you and me called death and he became a sin. ആ പാപത്തിന്റെ വില യേശു കൊടുക്കുകയായിരുന്നു. Was Jesus born as a sinner? യേശു പാപിയായിട്ടാണോ ജനിച്ചത്? That is a very important question that you can ask yourself. അത് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. Was Jesus born as a sinner? യേശു പാപിയായിട്ടാണോ ജനിച്ചത്? Because I'll tell you why he was not. ഞാൻ നിങ്ങളോട് പറയാം എന്തുകൊണ്ട് അവൻ പാപിയായിട്ടല്ല ജനിച്ചതെന്നത്. Before Adam and Eve was fallen in chapter number 3, മൂന്നാം അധ്യായത്തിൽ ആദമും ഹവ്വയും അവർക്ക് വീഴ്ച സംഭവിച്ചപ്പോൾ the first Adam and Eve did not know sin. ആദ്യത്തെ ആദമിനും ഹവ്വയ്ക്കും പാപം എന്തെന്ന് അറിയില്ലായിരുന്നു. They did not have the seed of sin in them. അവർക്ക് പാപത്തിന്റെ വിത്ത് അവരിലില്ലായിരുന്നു. And the last Adam called Jesus എന്നാൽ ഒടുക്കത്തെ ആദമായ യേശു was not created by sin because God could come down without sin. അവൻ പാപത്താൽ സൃഷ്ടിക്കപ്പെട്ടവനല്ല, അവരുടെ പാപമില്ലാതെയാണ് അവൻ കടന്നു That is വന്നത്. the reason anybody who is born on this earth other than Jesus, everybody has born with sin. അതുകൊണ്ടാണ് യേശു ഒഴികെ ഈ ഭൂമിയിൽ ജനിക്കുന്ന എല്ലാവരും പാപത്തോടു കൂടിയാണ് ജനിക്കുന്നത്. It is only you and I. We are here now. We are not more born of sin. We are born as a saved person. എന്നാൽ രക്ഷിക്കപ്പെട്ടവരായ നാം പാപികളായിട്ടല്ല ഇപ്പോൾ ആയിരിക്കുന്നത്, നാം രക്ഷിക്കപ്പെട്ടവരാണ്. There are 3 important things of sin. പാപത്തിന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. Number 1, ഒന്നാമതായിട്ട് the walk of sin. The walk of sin. പാപത്തിന്റെ വഴി, The principles of sin. പാപത്തിന്റെ തത്വങ്ങൾ. The third one is the being of sin. പാപത്തിലായിരിക്കുന്നത്. Okay, I'll tell you. We are human beings, right? നാം മനുഷ്യരാണ്. We are human beings. നാം എല്ലാം മനുഷ്യരാണ്. And what is our being? നാം എന്തായിരിക്കുന്നു? We are human. നമ്മൾ മനുഷ്യരായിരിക്കുന്നു. Even though you are man and woman, നിങ്ങൾ ആണും പെണ്ണും ആണെങ്കിലും but still your being is human. നിങ്ങൾ ആയിരിക്കുന്നത് മനുഷ്യരായിട്ട്. What are the chromosomes of a human being? മനുഷ്യരുടെ ക്രോമസോം എന്ന് പറയുന്നത് We are having the XX chromosome, XY chromosomes.
നമുക്ക് XX ക്രോമസോമും YY ക്രോമസോമും ഉണ്ട്. There is nobody other than these chromosomes. ഈ ക്രോമസോംസ് അല്ലാത്ത മറ്റ് ഒന്നുള്ള Some are having an elevated chromosome, one are having a negated core chromosome, but still we have an X or the Y factor in us. നമുക്ക് എല്ലാവർക്കും ഈ XY ക്രോമസോംസ് ആണുള്ളത്. In Jesus' birth, എന്നാൽ യേശുവിൽ there was something which was missing. ചിലത് എന്തോ ഇല്ലായിരുന്നു. The presence of man in his creation. മനുഷ്യന്റെ ആ ഒരു സാന്നിധ്യം ഇല്ലായിരുന്നു. You can understand what I'm talking about? നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഞാൻ സംസാരിക്കുന്നത്. He was created human. അവൻ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു. But because he was created from God for a very important purpose, ഒരു വലിയ കാര്യത്തിന് വേണ്ടി ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവനായതുകൊണ്ട് he was born as human. Only the difference between you and me was he was not having sin. അവൻ മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ നാമും യേശു തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അവൻ But you know what? He wanted to assimilate just like you and me before going on the cross of Calvary. ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ പോലെ തന്നെ ആകുവാൻ യേശു ആഗ്രഹിച്ചു. So what did he do? അതുകൊണ്ട് എന്താണ് അവൻ ചെയ്തത്? He took all the sin of the world and put it on him. Even though he came without sin, he became a sin for us. പാപമില്ലാതെയാണ് അവൻ ജനിച്ചതെങ്കിലും ലോകത്തിന്റെ പാപങ്ങളെ മുഴുവൻ അവന്റെ മേലിട്ടുകൊണ്ട് അവൻ ക്രൂശിലേക്ക് He took the burden of sin in the form of a cross and went on to Golgotha to be killed. അവൻ പാപത്തെ മുഴുവൻ തന്നിലേക്ക് ഇട്ടുകൊണ്ട് കുരിശിലേക്ക് നടന്നുപോയി. Because of his death, അവന്റെ മരണം മുഖാന്തരം we have become brothers and sisters in Jesus Christ. നാം ക്രിസ്തുവിൽ സഹോദരി സഹോദരന്മാരായി. That is the reason I say Alex is my brother. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അലക്സ് എന്റെ I സഹോദരനാണ്. say Sister Fidelia is my sister. സിസ്റ്റർ ഫിലിയ എന്റെ We സഹോദരിയാണ്. were not born together for the same family. നമ്മൾ ഒരു കുടുംബത്തിൽ ജനിച്ചവരല്ല എങ്കിൽ പോലും But because of Jesus Christ, we have built up a relationship. ക്രിസ്തു മുഖാന്തരം നാം സഹോദരി സഹോദരന്മാരാണ്. Who is our elder brother? നമ്മുടെ മൂത്ത സഹോദരൻ ആരാണ്? Jesus is our elder brother. യേശുവാണ് നമ്മുടെ മൂത്ത സഹോദരൻ. He is our filios. He is our greater brother. അവനാണ് നമ്മുടെ വലിയ സഹോദരൻ. Do you know the role of a bigger brother? നിങ്ങൾക്കറിയാമോ മൂത്ത സഹോദരന്റെ റോൾ എന്താണെന്ന്? He takes up the responsibility of the family. അവൻ കുടുംബത്തിന്റെ ഉത്തരവാദിത്തത്തെ ഏറ്റെടുക്കുന്നു. He takes care of his siblings. അവന്റെ സഹോദരന്മാരുടെ ഉത്തരവാദിത്തം He ഏറ്റെടുക്കുന്നു. will take all the things is in his control. അവൻ സകലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു. When Shinoy and Shijoy are here, you know, when Shinoy is there, Shijoy is a bit afraid because my elder brother is there. ഷിനോയും ഷിജോയും ഇവിടെ ഉള്ളപ്പോൾ ഷിജോയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. He'll be a bit dominant character. അവന് ചില ഒരു അധികാര He'll be ഭാവത്തോടെ dominating. It is okay for Jesus to dominate over our lives. യേശു നമ്മുടെ മേൽ അധികാരം എടുക്കുന്നത് നല്ല Praise കാര്യമാണ്. the Lord. How many of you want Jesus to dominate our lives? എത്ര പേർക്ക് ആഗ്രഹമുണ്ട് യേശു നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുവാൻ? I want to be dominated by Jesus. എന്റെ ജീവിതത്തിന്റെ നിയന്ത്രണം യേശു When ഏറ്റെടുക്കാൻ I ആഗ്രഹിക്കുന്നു. walk, He will protect me. ഞാൻ നടന്നു പോകുമ്പോൾ യേശു എന്നെ സംരക്ഷിക്കുന്നു. When I am down, He will pick me up. ഞാൻ തടന്നു പോകുമ്പോൾ അവനെ When I am പിടിച്ചെടുക്കുന്നു. crying, He will wipe away my tears. ഞാൻ കരയുമ്പോൾ ഞാൻ എന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. And He is not ashamed to call us brothers. അവൻ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ For us to call Him as God, it is easy. നമുക്ക് ദൈവം എന്ന് അവനെ വിളിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. Some of us say, you know, if at all you have a relationship with Jacinda Ardern, ചിലർ പറയും നമുക്ക് ജസിന്റെ ആർഡറുമായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധമുണ്ടെങ്കിൽ, you know, it may be not, you know, own brother or sister, somewhere in some intermediate, some reliever teacher for Jacinda Ardern, വലിയ അടുപ്പമൊന്നും ഉണ്ടാവണമെന്നില്ല, അകന്ന ഒരു എന്തെങ്കിലും ബന്ധം മാത്രം മതി. comes in the news saying, I was the teacher of Jacinda Ardern. എന്നാൽ പത്രത്തിലേക്ക് കടന്നു വന്നിട്ട് എനിക്ക് ഇന്ന ആളുമായിട്ട് ഇന്ന ബന്ധം. She has to obey me because I was her teacher. അവരെ പഠിപ്പിച്ച ടീച്ചർ പറയുന്നു. Nowadays we see a lot of messages on the newspaper. Jacinda Ardern's teacher, Jacinda Ardern's kindy teacher, all are coming into the picture because Jacinda Ardern has become a big picture. ഇതുപോലുള്ള പല വ്യക്തികളും വാർത്തകളിൽ ഇങ്ങനെ കടന്നു വരാറുണ്ട്. It is good for them to say Jacinda Ardern. അവർക്ക് അങ്ങനെ പറയുന്നവർക്ക് വളരെ നല്ല കാര്യമാണ് ജസിന്ത ആർഡൻ അറിയാമെന്ന്. Imagine Jacinda Ardern comes and says to the newspaper, Binu is my brother. എന്നാൽ തിരിച്ച് ജസിന്ത ആർഡൻ വന്ന് പറയുകയാണ് ബിനു എന്റെ സഹോദരനാണ്. What? Did I hear it properly? അതൊരു വലിയ കാര്യമാണ്. Did Jacinda Ardern call me brother?
ജെസിന്റെ ആട് എന്നെ സഹോദരൻ എന്ന് വിളിക്കുമോ? That is what Jesus said. അതാണ് യേശു പറഞ്ഞത്. For us to call Jesus God യേശുവിനെ ദൈവം എന്ന് പറയുവാൻ is a very easy thing. നമുക്കങ്ങനെ പറയാൻ വളരെ എളുപ്പമാണ്. But for Jesus to call us brothers എന്നാൽ യേശു നമ്മളെ സഹോദരന്മാരെന്ന് is a വിളിക്കുന്നത് major thing. അത് ഒരു വലിയ സംഭവമാണ്. He should have been ashamed. അവന് അതിൽ അപമാനം തോന്നേണ്ടതാണ്. He should have felt, oh my God, these miserable creatures are going to be my brothers. നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ അവന് ലജ്ജ തോന്നേണ്ടതാണ്. You know, in the adoption theory, when some parents adopt some children, ചില കുഞ്ഞുങ്ങളെ ദത്തെടുക്കുമ്പോൾ I saw one family who had already 8 children wanted to adopt some children. 8 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബം മറ്റൊരു കുട്ടിയെ ദത്തെടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. When they don't adopt from rich families. അവര് പണമുള്ള ധനിക കുടുംബത്തിൽ നിന്നും ആരെയും ദത്തെടുക്കാറില്ല. They go and get it from poorer families. പാവപ്പെട്ട കുടുംബങ്ങളിലാണ് ദത്തെടുക്കുന്നത്. One of the boy who was adopted അങ്ങനെ ദത്തെടുക്കപ്പെട്ട ഒരു കുട്ടി was so happy and came and cuddled one girl in the family. അവൻ വളരെ സന്തോഷത്തോടെ വന്നിട്ട് ആ കുടുംബത്തിലുള്ള ഒരു പെൺകുട്ടിയെ You know that excitement of you don't have anybody and somebody one day you are adopted into a big family. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം അതുവരെ അവൻ ആരുമില്ലായിരുന്നു. This fellow sister and said, "You are my sister." അവൻ ആ കുടുംബത്തിൽ കടന്നു വന്നിട്ട് അവിടുത്തെ ആ ഒരു കുട്ടിയെ ആലിംഗനം ചെയ്യാനിടയിൽ തീർന്നു. That girl said, "Who said you are my brother?" അപ്പോൾ ആ കുട്ടി തിരിച്ചു ചോദിച്ചു, "I am not your sister." ഞാൻ നിന്റെ You സഹോദരിയല്ല. can imagine the trauma that the girl or the boy would have be having. അവരുടെ ആ ഒരു ചിന്ത നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. Jesus was not ashamed to call us brothers. യേശു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിച്ചില്ല. He need not call us brothers. അവൻ നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. But he adopted us into that beautiful lineage. എന്നാൽ ആ ദൈവിക കുടുംബത്തിലേക്ക് അവൻ നമ്മെ ദത്തെടുക്കാനിടയായി തീർന്നു. And that is what we read in Hebrews chapter number 2. അതാണ് എബ്രായർ 2-ാം അധ്യായം. Are you enjoying the study of the word of God? When you get in deeper and deeper, you will love this word of God. ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ നാം ദൈവവചനത്തെ അധികമായി സ്നേഹിക്കാനിടയായി. You and I were not worthy, but he made us worthy. നാം യോഗ്യരായിരുന്നില്ല, ദൈവം നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർത്തതാണ്. We were supposed to be dead, but he took over death on his life. നാം മരിക്കേണ്ടവരായിരുന്നു, എന്നാൽ യേശു നമ്മുടെ മരണത്തെ എടുത്തു കളഞ്ഞു. As I said, there are 3 important parts in sin. ഞാൻ പറഞ്ഞതുപോലെ 3 വ്യത്യസ്തമായ കാര്യങ്ങളുണ്ട് പാപത്തിൽ. The first 2 part is what you see outside. ആദ്യത്തെ 2 കാര്യങ്ങൾ നാം പുറമേ കാണുന്നതാണ്. The walk of sin and the character of sin. പാപത്തിന്റെ വഴിയും അതിന്റെ സ്വഭാവവും. But the other thing, nobody sees it. എന്നാൽ മൂന്നാമത്തെ കാര്യം ആരും കാണുന്നില്ല. That is called the being of sin. അത് നാം ആ പാപത്തിൽ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതാണ്. Only sometimes it comes out. ചിലപ്പോൾ മാത്രമേ അത് പുറത്തു വരുന്നുള്ളൂ. You know, I look very pious. ഞാൻ വളരെ ഭയഭക്തിയുള്ളവനായി ചിലപ്പോൾ കാണാറുണ്ട്. I look like a saint. ഞാൻ വളരെ വിശുദ്ധനായി കാണപ്പെടുന്നു. But be scolding me and scolding me and scolding me and scolding me. അപ്പോൾ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. You know, I will be 1 person scold, okay. 2 person scold, okay. If everybody are scolding me, what will happen? I will burst out. 1-2 പേർ എന്നെ വഴക്ക് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പക്ഷേ എല്ലാവരും എന്നെ വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കും. Because somewhere that seed is there. കാരണം എവിടെയോ ആ പാപത്തിന്റെ വിത്ത് that will come out. അത് പതുക്കെ പുറത്തു വരും. You know, I can be controlling it for some time. കുറച്ച് സമയത്തേക്ക് എനിക്ക് ഒരുപക്ഷേ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കും. But when it is becoming more and more, എന്നാൽ അത് കൂടി വരുമ്പോൾ it will burst out. അത് പൊട്ടിത്തെറിക്കാനിടയായി തീരും. Some husbands will look at the wife and say, "You are a believer. You should not get angry. You should not get angry. You should not get angry." ചില ഭർത്താക്കന്മാർ ഭാര്യമാരോട് പറയും, നീ ഒരു വിശ്വാസിയല്ലേ, നീ ശരിക്കും അങ്ങനെ ദേഷ്യപ്പെടരുത്. Little did he know that seed is still there. എന്നാൽ അവന് കുറച്ച് അത്ര അറിയുന്നില്ല അതിന്റെ വിത്ത് ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്. Because Jesus saved you, യേശു നിങ്ങളെ രക്ഷിച്ചതുകൊണ്ട് first time you are not getting angry. ആദ്യത്തെ പ്രാവശ്യം ദേഷ്യം വരുന്നില്ല. Second time you are not getting angry. രണ്ടാമത്തെ പ്രാവശ്യം ദേഷ്യം വരുന്നില്ല. Third time you are not getting angry. മൂന്നാമത്തെ പ്രാവശ്യം സഹിക്കും. But again, if you are poking and poking, പിന്നെയും അങ്ങനെ തന്നെ തുടർന്നാൽ that thing will come out. അന്നേരം ചില കാര്യങ്ങൾ പുറത്തു വരും. Because that seed is already there. കാരണം ആ പാപത്തിന്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ. Every human is having that seed called sin. എല്ലാ മനുഷ്യരിലും പാപത്തിന്റെ വിത്ത് വസിക്കുന്നു. But you know what Jesus did? എന്നാൽ യേശു എന്താണ് ചെയ്യുന്നത് അറിയാമോ? He became that first seed. അവൻ ആദ്യഫലമായി തീർന്നു. He took away that seed that Satan had put into humanity. പിശാച് മനുഷ്യവർഗത്തിൽ വിതച്ച ആ വിത്തിനെ യേശു എടുത്തു കളഞ്ഞു. Whoever believes in Jesus, യേശുവിൽ ആരൊക്കെ വിശ്വസിക്കുന്നുവോ, whoever is in Christ Jesus, ആരൊക്കെ ക്രിസ്തുവിലായിരിക്കുന്നുവോ, that seed will not be powerful. ആ വിത്തിന് ശക്തി ഉണ്ടായിരിക്കില്ല. Even though you have that seed called sin, ആ പാപത്തിന്റെ വിത്ത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ the പോലും sin will not dominate you. ആ വിത്ത് അത് ഫലം പുറപ്പെടുവിക്കില്ല.
That is the reason we say, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. who are in Christ Jesus, you are no more a sinner, you are a righteous person. ക്രിസ്തുവിലുള്ളവർ ഇനി പാപികളല്ല, നിങ്ങൾ നീതിമാന്മാരാണ്. Even though you are having the seed of sin, പാപത്തിന്റെ വിത്ത് നിങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും that seed of sin is not dominating over your life. ആ പാപത്തിന്റെ വിത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയില്ല. When it happens is when you are accepting Jesus as your personal അത് savior. നിങ്ങൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്ന If കാര്യമാണ്. somebody here in this crowd has not given your life to Jesus, I pray this would be the moment giving your life to Jesus. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുവെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഇന്ന് യേശുവിനെ രക്ഷിതാവായി The സ്വീകരിക്കുക. salvation that Jesus did on the cross of Calvary is not for just the Jews. He considered you and me after thousands of years that we will be in New Zealand. We will be sitting in the church and God's word is going to speak to us. കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ യേശു കൊണ്ടുവന്ന മാനവരാശിക്ക് നൽകിയ രക്ഷ യഹൂദന്മാർക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. He will never force his way into us. He has given us a wonderful spirit that if at all you open your heart, he will come in and he will sup with you. നാം നമ്മുടെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നാൽ അവൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരികയും നമുക്ക് രക്ഷ നൽകി തരികയും ചെയ്യും. You are no more a sinner, my brother, my friend. You are a brother, a sister of Jesus Christ. നിങ്ങൾ ഇനി മേലാൽ പാപികളല്ല, നിങ്ങൾ യേശുവിന്റെ സഹോദരി സഹോദരന്മാരാണ്. And Jesus became the high priest for us. യേശു നമുക്ക് വേണ്ടി നമ്മുടെ വലിയ Next മഹാപുരോഹിതനാണ്. week when we come, we will study about Jesus, the greatest high priest that God has given to us. അടുത്തതായിട്ട് നാം പഠിക്കുന്നത് യേശു വലിയ Come on, let us മഹാപുരോഹിതനാണ്. stand up in the presence of നമുക്ക് God ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. and say to the Lord God Almighty, I am no more a sinner, I am righteous in Jesus നമുക്ക് Christ. ദൈവത്തോട് പറയാം, ഞാൻ ഇനിമേൽ പാപിയല്ല, ഞാൻ യേശുവിനാൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. My sins have gone. എന്റെ പാപങ്ങൾ പോയി The കഴിഞ്ഞു. seed of sin is gone. പാപത്തിന്റെ വിത്ത് പോയി കഴിഞ്ഞു. That is not going to dictate on me. അതെന്നെ ഇനിമേൽ നിയന്ത്രിക്കുവാൻ ഇടയായി തീരുകയില്ല. If my friend, if my brother, if my sister, today you are feeling that sin is dominating you, let this morning be the last morning of that domination. ആ പാപത്തിന്റെ വിത്ത് നിങ്ങളിൽ അത് നിയന്ത്രിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം അത് യേശു നിങ്ങളെ എടുത്ത് മാറ്റുകയാണ്. Jesus has done it all on the cross of Calvary. യേശു കാൽവരി ക്രൂശിൽ സകലതും നിവൃത്തിയാക്കി. There is nothing more to be done by God. ഇനി കൂടുതലായിട്ട് ദൈവത്തിന് ഒന്നും ചെയ്യാനില്ല. He said it is finished. ആ യേശു പറഞ്ഞു സകലവും നിവൃത്തിയായി. He has done it on the cross of അവൻ Calvary. കാൽവരി ക്രൂശിൽ സകലവും നിവൃത്തിയാക്കി. Today you and I need to receive it by faith. ഇന്ന് വിശ്വാസത്താൽ നാം അത് പ്രാപിക്കേണ്ടതാണ്. By faith you and I have become the descendants of Abraham. അബ്രഹാമിന്റെ സന്തതികളായി തീരുകയാണ് വിശ്വാസത്താൽ. That is what the book of Galatians talk to us. ഗലാത്യ ലേഖനത്തിൽ അങ്ങനെയാണ് സംസാരിക്കുന്നത്. The salvation is for the Abrahamic descendants. അബ്രഹാമിന്റെ സന്തതികൾക്കാണ് രക്ഷ. But by faith you have come under the Abrahamic descendancy. വിശ്വാസത്താൽ നാം അബ്രഹാമിന്റെ സന്തതികളായി തീരുകയാണ്. When you are in Christ Jesus, there is no Gentile, there is no Jew. നിങ്ങൾ യേശുവിലായിരിക്കുമ്പോൾ അവിടെ യഹൂദനെന്നോ യവനെന്നോ ജാതികളെന്നോ ഇല്ല. There is no man, there is no woman, there is no black, there is no white, there is no color difference. അവിടെ പുരുഷനെന്നോ സ്ത്രീയെന്നോ പാവപ്പെട്ടവനെന്നോ പണക്കാരനോ ഇല്ല. There is only one thing, we are in the family of Jesus. ഒറ്റ കാര്യമേ ഉള്ളൂ, നാം യേശുവിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ്. Once upon a time we were prodigal, we were lost, but today my Jesus is saying, don't sit and eat the food of the pigs, but return back to the Father's home. ഒരിക്കൽ നാം നഷ്ടപ്പെട്ടു പോയതായിരുന്നു, എന്നാൽ യേശു നമ്മളെ മടക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. Are you wanting to run to the Father's house? എനിക്ക് എന്റെ അപ്പന്റെ ഭവനത്തിലേക്ക് ഓടിപ്പോകണം. Are you wanting to say, Jesus, I want that salvation? നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, കർത്താവേ എനിക്ക് ആ രക്ഷ Are ആവശ്യമാണ്? you wanting to say, Jesus, come into my life? യേശുവേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് പറയാൻ കഴിയുമോ? You do not know when your life is going to end here. നിങ്ങളുടെ ഇവിടുത്തെ ജീവിതം എന്ന് അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല. I started off with a story of a young man going to work and never returned back home. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനിടയായി തീർന്നു, ജോലിക്കായി കടന്നുപോയ ഒരു വ്യക്തിയെ കുറിച്ച്. അവൻ ഒരിക്കലും Any മടങ്ങുന്നില്ല. moment our life can be taken off. ഏത് നിമിഷവും നമ്മുടെ ജീവിതം ജീവൻ But do you നഷ്ടപ്പെടുക. want your eternity up in heaven? എന്നാൽ നിങ്ങളുടെ നിത്യത സ്വർഗത്തിലാവാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? Do you want your names to be written up in heaven? നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ This നിങ്ങൾക്ക് is your ആഗ്രഹമുണ്ടോ? opportunity. If you want to, please lift up your hands up to heaven. ഇത് നിങ്ങളുടെ നിമിഷമാണ്. നിങ്ങൾക്ക് രക്ഷ ആവശ്യമാണെങ്കിൽ സ്വർഗത്തിലേക്ക് കരങ്ങളെ You can ഉയർത്താം. say, Jesus, come into my life. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു You വരണമേ. can say, Jesus, come into my life. യേശുവേ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. I can see Anubhav's mom's hands lifted up. I pray that Jesus would come into your life. യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. All your sickness will be gone.
gone. നിങ്ങളുടെ രോഗം മാറിപ്പോകട്ടെ. All the pains, let it be gone in Jesus' name. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ വേദനകൾ This അകന്നു is a പോകട്ടെ. moment that you are giving your life to Jesus. യേശുവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്ന നിമിഷമാണിത്. It is not a compulsion by anybody. ഇത് നിർബന്ധത്താൽ സംഭവിക്കേണ്ട കാര്യമല്ല. You are migrating from the worldly passion into the eternal, beautiful, heavenly kingdom of God. ലോകത്തിന്റെ താല്പര്യങ്ങളിൽ നിന്നും നിങ്ങൾ സ്വർഗീയ ഒരു അനുഭവത്തിലേക്ക് പോവുകയാണ്. I want everybody to close your eyes. എല്ലാവർക്കും കണ്ണുകളെ അടയ്ക്കാം. Everybody closing your eyes and praying in the presence of God. കണ്ണുകളെ അടച്ച ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. Church is not just a place where we come on a Sunday and pray and go. Should be a place where your life is corrected. It should be a place where your life is growing. It should be a place where you don't turn back into the world and go back into the world, but you and I should be a changed person. Sing along this morning. I have decided to follow Jesus. No turning back. It's a very old hymn. It's one of the most powerful hymns that humanity has heard. I have decided to follow Jesus. I have become the brother, the sister, the child, name it, any member of the family of Jesus. I am no more a stranger, but I am a part and parcel of the greater family. And that is the reason Jesus died for me. He died for me. He died for me so that He can give me glory. He can give me honor. He can give me authority. He can be my salvation. He can be the pioneer of my salvation. Sing along. I have decided. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning